ശ്രീ വസന്ത് തെങ്ങുംപള്ളി പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണ്. ശ്രീ മുകേഷിന് അനുകൂലമാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി. ശ്രീ മുകേഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. മുകേഷിനെതിരെ കള്ളപ്പരാതി കൊടുത്ത് ബാക്കി 11 പേർക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത ആ സ്ത്രീയെ തമിഴ്നാട് പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പോക്സോ അറസ്റ്റ് ചെയ്യുന്നു. ബാലേന്ദ്ര മേനോൻ ഇവർക്കെതിരെ പരാതി കൊടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വ്യാജ പരാതി കൊണ്ട് 10-45 വർഷമായി നമ്മുടെ ഇടയിൽ ഏറ്റവും നല്ല എന്താ പറയണേ പൊതു സമൂഹത്തിൽ നിൽക്കുന്ന മുകേഷ് ചേട്ടനെ അങ്ങനെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല. ശ്രീ ഗണേഷ് കുമാറും അദ്ദേഹത്തിന്റെ കുടുംബവും തമ്മിലുള്ള കുടുംബ പ്രശ്നമാണ്. അത് നമ്മൾ എടുത്തു പറയുന്നത് അനൗചിത്യവും മര്യാദകേടുമാണ്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശ്രീ ഉമ്മൻചാണ്ടിയെ വേട്ടയാടി എത്ര കോൺഗ്രസ്സുകാർ ഉമ്മൻചാണ്ടിയെ പ്രതിരോധിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ പറഞ്ഞത് ആ പെൺകുട്ടിക്ക് 49 ക്രിമിനൽ കേസുണ്ട്, ഈ പെൺകുട്ടിയും പ്രോസിക്യൂഷനും വന്ന് കഥ പറയുകയാണ്, സിനിമാ കഥ പറയുകയാണെന്നാണ്. ഇത് കോൺഗ്രസ്സുകാരല്ലാതെ ആര് വന്ന് പറയും? എനിക്ക് അനിൽകുമാർ സഖാവിനെ ഇഷ്ടവും ബഹുമാനവുമാണ്. പക്ഷേ സഖാവെ, കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കരുതുന്നത് എതിരഭിപ്രായമൊക്കെ ഉണ്ടെങ്കിലും കൂടെ നിൽക്കുന്നവനെ പ്രൊട്ടക്ട് ചെയ്യുമെന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറ്റം പറയാനും ഇല്ലാത്ത കാര്യം പറയാനുമുള്ള തിരക്കിൽ അങ്ങ് മുകേഷിനെ കുറിച്ച് പറഞ്ഞ കള്ളങ്ങൾക്ക് മറുപടി പറയാൻ വെറുതെ വിട്ടില്ലല്ലോ. മുകേഷിന് അനുകൂലല്ലേ കോടതി വിധി? മുകേഷ് തെറ്റുകാരനാണെന്ന് കോടതി പറഞ്ഞോ? മുകേഷ് തെറ്റുകാരനാണെന്ന് കോടതി പറഞ്ഞു. മുകേഷിന്റെ ജാമ്യത്തിൽ മുകേഷിന് അനുകൂലമല്ലേ പരാമർശങ്ങൾ? മുകേഷിന് എനിക്കറിയാം. മുകേഷിന്റെ ജാമ്യത്തിൽ ആ പെണ്ണിന്റെ കുറ്റക്കാരനായോ? അല്ല, ശ്രീ അജിംസിന് എവിടെ പഠിച്ചത്? കോടതി ഒരു കേസ് കേട്ട അവൻ കുറ്റക്കാരനായോ? മുകേഷ് കുറ്റക്കാരനായോ? ഈ ഉടായ്പ പരിപാടി നമ്മൾ ഇനി ഒരു കാര്യം കൂടെ, അജിംസിന് അഭിപ്രായം ഉണ്ടോ ഉമ്മൻചാണ്ടി കുറ്റക്കാരനാണോ? ഞാനതൊന്നും പറഞ്ഞില്ല. നിങ്ങൾ കോടതി അനുകൂലമായി വിധിച്ചു എന്നൊക്കെ പറയുമ്പോഴാണ് എനിക്ക് അങ്ങനെ വിധി ഞാൻ കണ്ടില്ല, അതുകൊണ്ടാ ചോദിച്ചത്. അല്ലല്ല, ഉമ്മൻചാണ്ടി വേട്ടക്കാരൻ സരിത അതിജീവിതയാണോ? മുകേഷിന് അനുകൂലമായിട്ടൊരു കോടതി വിധിയില്ല, അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയെന്നുള്ളത് ശരിയാണ്. മുകേഷിന് അനുകൂലമായ കോടതി വിധി ഉണ്ട്, താങ്കൾ കണ്ടു കാണില്ല. മുകേഷിന് ജാമ്യം കൊടുത്തപ്പോൾ ജാമ്യം ലഭിച്ചാൽ കുറ്റവിമുക്തനാകുമോ രാഹുൽ? എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ലാത്ത കള്ളത്തരം പറയരുത്, സ്ട്രോമാൻ ആർഗ്യുമെന്റ് പറയരുത്. നമ്മൾ സ്കൂളിലെ പിള്ളേരുടെ ഡിബേറ്റ് അല്ലല്ലോ ചെയ്യുന്നത്. മുകേഷിന് അനുകൂലമായി കോടതി പരാമർശങ്ങളുണ്ട്, കോടതി ഒബ്സർവേഷൻസ് ഉണ്ട്. കാര്യം മുകേഷിനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ആ സ്ത്രീ വിളിച്ചതാണെന്ന് കോടതി ഒബ്സർവേഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ ചോദിച്ചാൽ മതി, അതേ പറഞ്ഞുതരും. ഇത് യഥാർത്ഥത്തിൽ എത്ര പേരെ കൊടുക്കുന്നു? ഇനി രണ്ട്, എൽദോസ് കുന്നപ്പള്ളിക്ക് അനുകൂലമായ കോടതി ഒബ്സർവേഷൻ ഉണ്ട്. 49 കേസുകളിൽ, ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ആ പെൺകുട്ടിയെന്ന് ഹൈക്കോടതി ഒബ്സർവേഷൻ ഉണ്ട്. ഉമ്മൻചാണ്ടി സാർ വേട്ടക്കാരനും സരിത അതിജീവിതയും അല്ല. ഈ നറേറ്റീവ് നമ്മൾ അവസാനിപ്പിക്കണം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടി കല്യാണം, ഇന്നലെ ശ്രീ അജിംസിന്റെ അടക്കം പരിപാടിയിൽ ഞാൻ പറഞ്ഞത് ഇന്ന് എന്തായാലും വ്യക്തമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടി ഓൾറെഡി കല്യാണം കഴിച്ചതായിരുന്നു. രണ്ട്, ശ്രീ അനിൽകുമാർ സഖാവ് ഒരു വരി അങ്ങ് വിദഗ്ധമായിട്ട് വിട്ടു. ആ വരി എന്താണെന്നറിയാമോ? രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ടാണ് ഈ പെൺകുട്ടി കോണ്ടാക്ട് ചെയ്തത്. ഫേസ്ബുക്കിൽ അങ്ങോട്ട് സൗഹൃദം സ്ഥാപിച്ചു, അതിനുശേഷമാണ് അവരുടെ ബന്ധം ഉണ്ടാകുന്നത്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ പുറകെ പോയതല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് ബന്ധം സ്ഥാപിച്ചതല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് ബന്ധം സ്ഥാപിച്ചതാണ്. തീർന്നില്ല. മാർച്ച് മാസം ഇവർ കുട്ടിയെ ഉണ്ടാക്കാൻ നോക്കുകയായിരുന്നില്ലേ? കുട്ടിയെ ഉണ്ടാക്കാൻ നോക്കുന്നതിൽ ലൈംഗികതയിൽ ഏർപ്പെടുന്നതിനെ റേപ്പ് എന്നാണോ ഈ നാട്ടിൽ വിളിക്കുന്നത്? അതായത് മാർച്ച് മാസം നമുക്ക് എല്ലാ ഡേയ്സിലും ചെയ്യാം, നമുക്ക് കുട്ടി ഉണ്ടാവണം, നമുക്ക് കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെൺകുട്ടിയും കൂടെ ബന്ധപ്പെടുന്നതിനെ ഈ നാട്ടിൽ റേപ്പ് എന്നാണോ ഇപ്പൊ വിളിക്കുന്നത്? പറയുന്ന കള്ളങ്ങൾക്കൊന്നും ഒരു പരിധിയില്ലേ? എന്തെങ്കിലും മാന്യതയും മര്യാദയും കാണിക്കണ്ടേ? ഇന്നലെ ഈ പെൺകൊച്ചിന്റെ ചാറ്റ് വെച്ച് തന്നെയല്ലേ നമ്മൾ ചർച്ച ചെയ്തത്? ഒരു മാസം രാഹുൽ മാങ്കൂട്ടത്തിൽ മാർച്ചിൽ ബന്ധപ്പെടാമെന്ന് പറഞ്ഞു. ഈ പെൺകുട്ടി അതിൽ ശ്രീ അനിൽകുമാർ ശരിയായി കോട്ട് ചെയ്തതുപോലെ